ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ബോണ്ട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 5-6 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്ത് അരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതേസമയം ഇവിടെ ബൗളിൽ 1 കപ്പ് മൈദ എടുക്കുക. ഈ അരച്ചെടുത്ത ചക്കപ്പഴം അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കാരണം അതൊന്ന് നല്ല സോഫ്റ്റായി കിട്ടാനാണ്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ മാവ് എടുക്കുന്നതിന് മുമ്പ് കൈയൊന്ന് വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. കുറേശ്ശെയായിട്ട് ഉരുളകളാക്കി ഇട്ട് കൊടുക്കുക. തവിയും കൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുരിയാത്ത വശമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറേശ്ശെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം. ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴം ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.